ഹലോ സുഹൃത്തുക്കളെ, അപ്പം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OnePlusൻ്റെ നോഡ് C2 5G ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഈ അവസ്ഥയാണ്. വെള്ളം കയറി ഇങ്ങനെ ആയതാണ്. ഇപ്പം നമ്മൾ ബാക്ക് ഡോർ കുറച്ച് ഹീറ്റ് കൊടുത്തൊന്ന് അഴിക്കുകയാണ്. അപ്പോൾ കുറേ നാളായി ഒരു OnePlusൻ്റെ ഫോണൊക്കെ ഒന്ന് അയച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതിന് മാറാൻ പോകുന്നത് LCD ഡിസ്പ്ലേ ആണ്. ഇതിലുള്ളത് LED ഡിസ്പ്ലേ ആണ്. ഇതിന് മാറുന്നത് LCD ഡിസ്പ്ലേ ആണ്. LCD ഡിസ്പ്ലേ മാറുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. ഫിംഗർ പ്രിൻ്റ് വർക്കാവൂല, സെൻസർ വർക്കാവൂല, ബാറ്ററി പെട്ടെന്ന് വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആരോടും LED ഡിസ്പ്ലേ ഉള്ള ഫോണിൽ LCD ഡിസ്പ്ലേ മാറാൻ പ്രോത്സാഹിപ്പിക്കുകയില്ല. എന്തായാലും ഈ കസ്റ്റമർക്ക് ഈ ഫോണ് വിൽക്കാനാണ്. അതുകൊണ്ട് LCD തന്നെ മാറിക്കോളാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. എന്തായാലും LCD മാറാൻ പോവുകയാണ്. നമ്മൾ ബാക്ക് ഡോറൊക്കെ പതുക്കെ ഒന്ന് അയച്ചെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ബാക്ക് ഡോറൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചെടുക്കണം. കസ്റ്റമറിനോട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ LCD മാറിക്കൊടുക്കത്തുള്ളൂ. ഈ കസ്റ്റമറോട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ പ്രശ്നങ്ങൾ വരും, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമർക്ക് ഒരു പ്രശ്നമില്ല, മാറ്റിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ പൊതുവേ ഈ LCD ഡിസ്പ്ലേ LED ഉള്ള ഫോണിൽ ഞാൻ മാറാനായിട്ട് എനിക്കൊരു താല്പര്യമുള്ള ആളല്ല. കാരണം അതിന് പിന്നെ പ്രശ്നങ്ങൾ കുറേ വരും. പിന്നെ ഇത് നമുക്ക് വെക്കുന്ന ഡിസ്പ്ലേ, അതായത് ഇടുന്ന ഡിസ്പ്ലേ കറക്റ്റ് സീറ്റിംഗ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ കുഴപ്പങ്ങളുണ്ട്, ഞാനീ പറഞ്ഞ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ സീറ്റിംഗ് അല്ലാത്ത കുറേ ഡിസ്പ്ലേകളുണ്ട്. അത് വല്ലാത്ത പ്രശ്നമാണ്. അത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് ഇറുക്കി മുറുക്കി വെച്ച് കഴിയുമ്പോഴത്തേനും അതിന് ഓട്ടോ ടച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. ടച്ച് വർക്കായ ഓട്ടോ ടച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങളും വരും. ഈ LCD ഡിസ്പ്ലേ മാത്രമാണ് തനി ഇങ്ങനെ വന്നേക്കുന്നത്. കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ മാറിക്കൊടുക്കാമെന്ന് പറഞ്ഞു. മാറാം. അപ്പം നമ്മൾ സ്ക്രൂ എല്ലാം അഴിച്ച് സെറ്റാക്കുകയാണ്. ഒരു സ്ക്രൂ കുറച്ച് ടൈറ്റ്, അത് നമുക്കൊന്ന് അയച്ചിടണം. നമ്മൾ കൈ വെച്ചിട്ട് കുത്തി പറിച്ചെടുത്തിട്ടുണ്ട്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 232 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നതിൽ നിന്ന് ഇപ്പോൾ അത് 241 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു വെൽക്കം, താങ്ക് യു. ഓക്കെ, ഇനിയും നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേൻ്റെ സ്ട്രിപ്പിൽ കുറച്ച് ഫംഗസ് കയറിയിട്ടുണ്ടായിരുന്നു. അതായത് വെള്ളം കയറിയല്ല, അപ്പോൾ ഡിസ്പ്ലേൻ്റെ സ്ട്രിപ്പിൽ കുറച്ച് ഫംഗസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പൈത്തേറ്റ് അടിച്ച് ക്ലീനാക്കി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡിസ്പ്ലേ പതുക്കെ ഊരിയെടുക്കാം. അത് ഓൾറെഡി ഇത് മാറ്റിയ ഡിസ്പ്ലേ ആണ്, LED വെച്ചിട്ട് മാറിയ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് ഊരിയെടുക്കാൻ വലിയ പാടില്ല. ഓണറുണ്ട്. നമ്മൾ ഡിസ്പ്ലേ ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഡിസ്പ്ലേ. ഓക്കെ, ഓൾറെഡി അതിൻ്റെ അകത്ത് കിടന്ന ഡിസ്പ്ലേ ആണ്. അത് LED ഡിസ്പ്ലേ ആണ്. നമ്മളിപ്പോൾ മാറാൻ പോകുന്നത് LCD ആണ്. രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. അപ്പം നമുക്കിനി ഈ ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. കുറച്ച് വെള്ളത്തിൻ്റെ ഫംഗസ് പോലെ ഉള്ളിലും കയറിയിരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീനാക്കി നീറ്റാക്കി വേണം കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ടിട്ടും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിന് മിനിമം ഒരു 100 ലൈക്കെങ്കിലും തരണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് ഫ്രെയിമൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് ക്ലീനാക്കി എടുക്കുകയാണ്. ഇതിന് മുമ്പ് മാറിയത് നല്ല ഗമ്മിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ക്ലീനാക്കി ഒന്ന് എടുക്കണം. ഓക്കെ,
ഇപ്പം നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, മെർക്കുറീൻ്റെ ഡിസ്പ്ലേ ആണ്. ഓക്കെ ഗൈസ്, അപ്പം ഇതൊന്ന് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഡിസ്പ്ലേ എടുത്തിട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇതാ നമ്മൾ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പണിപാളി ഗൈസ്, ഡിസ്പ്ലേ വരുന്നില്ല. ഇതിന് വെർഷൻ ഇഷ്യൂ ഉണ്ട്. ഈ OnePlusൻ്റെ ഫോണുകൾക്കെല്ലാം വെർഷൻ്റെ പ്രോബ്ലം വരും. അപ്പം ഈ ഡിസ്പ്ലേ സെറ്റല്ല. അപ്പം നമുക്ക് പുതിയ ഡിസ്പ്ലേ വേണം. പുതിയ ഡിസ്പ്ലേ എടുത്തിട്ട് വരാം ഗൈസ്. ഇതൊന്നും വരുന്നില്ല. 2-3 വട്ടം നമ്മൾ സ്ട്രിപ്പ് ഊരിയിട്ട് നോക്കി, വരുന്നില്ല. അപ്പം ഇതിന് വെർഷൻ ഇഷ്യൂ ഉണ്ട്. നമുക്ക് വേറെ ഡിസ്പ്ലേ എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ വേറെ ഡിസ്പ്ലേ എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, പക്കാ ഡിസ്പ്ലേ ആണ്. അപ്പം നമ്മൾ ഇത് തന്നെ അങ്ങ് മാറാൻ പോവാണ്. കറക്റ്റ് സീറ്റിംഗ് ഡിസ്പ്ലേ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കുവാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫംഗസിൻ്റെ അവിടെ ഇവിടെ കരിപ്പുണ്ട്. നമ്മൾ നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കണം. ഇല്ലെങ്കിൽ അതും മതി ഓട്ടോ ടച്ച് വരാനായിട്ട്. നമ്മൾ പേസ്റ്റിങ്ങിൻ്റെ പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഗമ്മ് ഞാൻ അധികം വെക്കുന്നുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് LCD ഡിസ്പ്ലേ ആണ്. LED ഡിസ്പ്ലേനെ അപേക്ഷിച്ച് LCD ഡിസ്പ്ലേക്ക് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗമ്മ് ഞാൻ അധികം വെക്കുന്നുണ്ട്. ഒന്ന് സീറ്റിംഗ് ആയി കിട്ടാനായിട്ട്. ഓൾറെഡി സീറ്റിങ്ങുള്ള ഡിസ്പ്ലേ ആണ്, എന്നാലും ഒരു കുറച്ച് അധികം ഗമ്മ് ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഗമ്മ് വെച്ച് ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ഡിസ്പ്ലേ എടുക്കുക, അതിനെ മേളിലത്തെ കവറൊക്കെ വലിച്ച് കിറുക്കളയുക, എടുത്തങ്ങ് വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്പ്ലേ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനി ആ സ്ട്രിപ്പ് ഇടുന്നതാണ് ചടങ്ങ്. നോർമൽ LED ഡിസ്പ്ലേ ആണെങ്കിൽ സ്ട്രിപ്പ് ഇടാനായിട്ട് ഒരു പാടുമില്ല. ഇത് LCD ആകുമ്പോഴത്തേന് നമ്മൾ കുറച്ച് വളച്ച് പൊളച്ചൊക്കെ സ്ട്രിപ്പ് കയറ്റിയിടേണ്ട വരും. അതാണ് അവസ്ഥ. കുറച്ച് വേടാണ്, നമുക്ക് സ്ട്രിപ്പ് ഇടാം. കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. നമ്മൾ LCD ഡിസ്പ്ലേ വെക്കുമ്പോഴത്തേന് സ്ട്രിപ്പ് അതിന് പിടിച്ചിടണം. ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ സ്ട്രിപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. ഫോൺ ഓണാക്കാം. ഓക്കെ, നമ്മൾ സൈഡിൽ കുറച്ച് ഗമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റാക്കാം. അപ്പം ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ ഗമ്മും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ആ ബാക്ക് ടു പാനൽ അങ്ങ് വെച്ച് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ബാക്ക് പാനൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇടാനുള്ള പരിപാടിയാണ്. ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ട് ഞാൻ. കാരണം LCD ഡിസ്പ്ലേ ആണ്, എപ്പോഴാണ് പണി തരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ലൈക്ക് ചെയ്യുക, മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സൈഡിലത്തെ ഗമ്മും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയണം. ഓക്കെ, ബാക്ക് ഡോറ് നമ്മൾ ഗമ്മിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. ബാക്ക് ഡോർ ഒട്ടിക്കുന്ന കാര്യത്തിൽ കുറച്ച് ഗമ്മ് കുറവ് മതി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അടുത്ത ഡിസ്പ്ലേ പൊട്ടി കഴിയുമ്പോഴത്തേനും വേറൊരു ടെക്നീഷ്യൻ്റെ കൊടുക്കും. അയാൾക്ക്
അഴിക്കാനായിട്ട് എളുപ്പമായിരിക്കണം എന്നും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പൊളിഞ്ഞു വരുന്ന പോലെയല്ല ഒട്ടിച്ചേക്കുന്നത്. നല്ലൊരു മീഡിയത്തിലാണ് ഒട്ടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബാക്ക് ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, സിം ഡ്രൈവ് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഓക്കെ, എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ട വർക്ക്? അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ കാണുന്നോളം വരെ ബൈ ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക മറക്കല്ലേ. ഓക്കെ.